നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം എങ്ങനെയുള്ളതാണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ, നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ നേരിടേണ്ട സിറ്റുവേഷൻസുകളെ എല്ലാം കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങളുടെ റിലേഷനെയും ഫിനാൻസിനെയും കരിയറിനെയും എല്ലാം ബേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിനെക്കുറിച്ചുമെല്ലാം നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് ഡിവൈനിൽ നിന്നും എടുത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് നിങ്ങൾ ചെയ്യുക എന്നൊരു എനർജിയുണ്ട്. അതാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികപരമായിട്ടൊരു മാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഏണിംഗ് എനർജി നിങ്ങൾ കറക്റ്റായിട്ട് അഫർമേഷൻസ് രൂപത്തിൽ എഴുതി നേടിയെടുക്കുക. കരിയർ പാതയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങാൻ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ റിലേഷൻഷിപ്പുകളിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ കൂടെയുള്ള മറ്റു ബന്ധങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു ദൃഢതയും സന്തോഷവും സമാധാനവും ലഭിക്കാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ ഒരു മാജിക്കാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന നല്ല ഒരു ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു അഫർമേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ആ രീതിയിൽ പിന്നീട് നിങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്ത് നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ പ്രതിസന്ധി ഉള്ളവർ നമ്മൾ കരഞ്ഞ് സങ്കടപ്പെട്ട് ശപിച്ചിരിക്കാതെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ട സാമ്പത്തികം, അത് നമ്മൾ കടം ബാധ്യതയൊന്നും കണക്ട് ചെയ്യേണ്ട. ഒരു മാസം എനിക്ക് ഇത്ര രൂപ ഏൺ ചെയ്യുന്നു, എൻ്റെ കയ്യിലേക്ക്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ വരുന്നതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. നമ്മൾ കറൻറ്റ്ലി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കി അങ്ങനെ വേണം അഫർമേഷൻസ് ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും എഴുതുക. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മശക്തി കുറവുണ്ടെങ്കിലും, അതുപോലെ തന്നെ പരീക്ഷകളിൽ നല്ല മാർക്ക് നേടുന്നതിനും, വിവാഹ തടസ്സം, ജോലിക്കൊക്കെ നമ്മളുടെ മക്കൾ അലയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരൻസ് അവർക്ക് വേണ്ടിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. ഹസ്ബൻഡിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്കൊരാൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ കുടുംബത്തെ നമുക്കൊരു നല്ലൊരു കെട്ടുറപ്പുള്ളതാക്കി തീർക്കാൻ, നമ്മളുടെ ചുറ്റുപാടിനെ നമുക്കൊരു കെട്ടുറപ്പുള്ളതാക്കി തീർക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങളായിട്ട് തന്നെ ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വരാഹി മന്ത്രം നിങ്ങളുടെ കാര്യ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും, ആരെങ്കിലും നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഏത് രീതിയിലുള്ള ഊർജം നിങ്ങളിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്നും മാറ്റി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മന്ത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വരാഹി മന്ത്രം. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ആ ഒരു മന്ത്രം എഴുതുകയോ പറയുകയോ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനനുസരിച്ച് 21 പ്രാവശ്യമോ 108 തവണയോ 308 തവണയോ നമ്മളുടെ ആവശ്യം, നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് നിങ്ങൾ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുക. പിന്നെ ഒന്നിലും ഓവറായിട്ട് അഡിക്റ്റഡ് ആവണ്ട. എല്ലാം മിതമായി മാത്രം കണക്റ്റ് ചെയ്ത് പോകുക. മണി അഫർമേഷൻസ് നമ്മൾക്ക് സാമ്പത്തികപരമാവുന്ന കർമ്മകൾ, ഒരു പക്ഷേ പൂർവികരായിട്ട് ചെയ്തതോ പൂർവ്വജന്മത്തിലുള്ളതോ ഈ ജന്മം മുൻ സമയങ്ങളിൽ തെറ്റുപറ്റിയത് വെച്ചോ എന്തെങ്കിലുമൊക്കെ കർമാസ് ഉണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്നും എടുത്തു മാറ്റുന്നതിനാണ് മണി അഫർമേഷൻസ് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ പറയുന്നത്. അതും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. മനസ്സിനകത്തുള്ള നെഗറ്റീവ് ചിന്തകളെ, മറ്റുള്ളവരോടുള്ള ശത്രുത, വെറുപ്പ്, നിരാശ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നെഗറ്റീവ്, നമുക്ക് വേണ്ടാത്ത, നമ്മുടെ ശരീരത്തിനെ അൺഹെൽത്തി ആക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ വിളിച്ചു വരുത്തി വെക്കുന്ന സ്വഭാവമാണ് ഓരോ വ്യക്തികളുടേതും. അതെല്ലാം റൈറ്റിംഗ് ഹീലിങ്ങിലൂടെ എഴുതി കത്തിച്ച് നിങ്ങളിൽ നിന്നും പുറത്ത് കളയുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉള്ള ചിലർ പറയുന്നതൊക്കെ ഭയങ്കര ദേഷ്യം, വാശി ഹസ്ബൻഡിന്, മക്കൾക്കെന്നൊക്കെ, അവരെയും നിങ്ങൾക്ക് തന്നെ എഴുതി ഹീലാക്കാവുന്നതാണ് കേട്ടോ. അവർക്ക് വേണ്ടി നിങ്ങൾ എഴുതിയാലും അവരും ഹീലായി വരുമെന്നുള്ളതാണ്. അവരുടെ ആ
ഒരു നെഗറ്റിവിറ്റി എഴുതി നിങ്ങൾക്ക് കത്തിച്ച് കളഞ്ഞാൽ നമ്മളുടെ കുടുംബം സന്തോഷമായിരിക്കും, സ്വർഗ്ഗതുല്യമാക്കി തീർക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്ന് പ്രാക്ടിക്കലി കാര്യങ്ങളിലേക്ക് ഒന്ന് ചിന്തിക്കുക. എല്ലാം അന്ധവിശ്വാസം പോലെ കാണരുത് കേട്ടോ. എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട് എന്തൊക്കെയോ ഒരു സത്യങ്ങളെന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും പറയണം. ഇന്ന് നമുക്ക് ഈ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിലും നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചതിലും നിങ്ങൾക്കത് കേൾക്കാൻ സാധിച്ചതിലുമെല്ലാം ഡിവൈനോട് നിങ്ങൾ നന്ദി പറയണം. എവിടെയൊക്കെ നമ്മൾ താങ്ക്സ് പറയുന്നു അവിടെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഫോക്കസിങ് എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ചിലരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ, ഞാനിത് ചെയ്തു തുടങ്ങുകയാണ്, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു പുതിയ ചുവടുവയ്പ്പിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ചില ആഗ്രഹങ്ങളെ, ചില സ്വപ്നങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു മാനസിക അവസ്ഥ, തയ്യാറെടുപ്പിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സുകൊണ്ട് എന്ത് കാര്യത്തിനാണോ ഇന്ന് പുതിയ ഒരു തുടക്കത്തിന് തയ്യാറെടുക്കുന്നത് അതിൽ ചെറിയ ബ്ലോക്കേജുകൾ, ചെറിയൊരു സ്തംഭന അവസ്ഥ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യുക, ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക, കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ചിലരൊക്കെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് സാമ്പത്തികത്തെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലർക്ക് ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് സ്റ്റാർട്ടിങ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം, ആ ഒരു എനർജിക്ക് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ ഉടനീളം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ സ്റ്റക്കാക്കി കളയരുത്. തീർച്ചയായിട്ടും ചെറിയൊരു സ്തംഭനം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നിങ്ങളിൽ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ സാമ്പത്തികത്തെ ഫോക്കസ് ചെയ്തിരുന്ന ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കത് ലഭിക്കാൻ തടസ്സമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കാര്യത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നൊരു ജസ്റ്റിസ്, നിങ്ങൾക്കാണ് ഇന്ന് അത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഇന്നൊരു സപ്പോർട്ടായിട്ടാണെങ്കിലും സാമ്പത്തികം ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സിറ്റുവേഷൻസും നമുക്ക് എനർജിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പ്രസൻസിൽ നിന്നും നിങ്ങളിൽ ചില വ്യക്തികളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു പക്ഷേ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ആ ഒരു എനർജി, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ളൊരു എനർജി തയ്യാറാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ തുടങ്ങി വെക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം, പാഷൻ എനർജിയിൽ ഒരു സക്സസ്സിലേക്ക് എത്താൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ചില ആഗ്രഹങ്ങൾ, സാമ്പത്തികപരമായിട്ട് നിങ്ങൾ കുറേ നാളുകളായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് അനുകൂലമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾക്കത് ലഭിക്കാനുള്ള ആ ഒരു യോഗ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് നൽകുന്നതായിട്ടുള്ള, നിങ്ങൾക്കാണ് അതിന് ഇന്നത്തെ ദിവസം അർഹത എന്നുള്ളതും, അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഇന്ന് ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില കൈകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ഹാപ്പി ഫാമിലി എനർജി, ഫാമിലിപരമാകുന്ന ഒരു സന്തോഷത്തിൻ്റെ, ഒരു സെലിബ്രേഷൻ്റെ ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് കേട്ടോ. ഒരു പക്ഷേ ഇന്ന് ചിലരൊക്കെ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളിൽ ഫാമിലിയോടൊത്ത് പങ്കെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി എനർജി, ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇന്ന് ഒരു പക്ഷേ വിദേശത്തൊക്കെ ആയിരുന്ന ആളുകൾ വന്നു ചേരുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ഒരു സൺറൈസിങ് പ്രസൻസ്, ഒരു ഡിവൈൻ ടൈമിംഗ് പോലുള്ള, ചിലപ്പോൾ ഈ ചിലരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ പാർട്ട്ണറിനെ കാണേണ്ടി വരുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു പൂർണ്ണതയുള്ള ഒരു ദിവസമായിട്ടാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വളരെയധികം സന്തോഷവും ഇമോഷണൽ ബാലൻസോട് കൂടിയുള്ള ഒരു ഹാപ്പി ലൈഫ് ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിലും നിങ്ങളുടെ കുടുംബത്തിനുള്ളിലും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ദൈവീക അനുഗ്രഹം, ചിലപ്പോൾ എന്നത്തേക്കാൾ കൂടുതൽ ഒരു പിടി കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയങ്ങളും നിമിഷങ്ങളും ഇന്ന് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലർ കണ്ടുമുട്ടലിൻ്റെ റിയൂണിയൻ പ്രസൻസ്, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരുന്നുവെങ്കിൽ വന്ന് ചേരുന്നതായിട്ടുള്ളൊരു സമയം കാണുന്നുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ള ബന്ധകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു യോഗം കാണിക്കുന്നു. സന്തോഷത്തോടു കൂടി ഫാമിലി ചിൽഡ്രൻസിൻ്റെയൊക്കെ പ്രസൻസോടു കൂടി ഒരു സെലിബ്രേറ്റിംഗ് ഡേയ്സ് ആയിട്ടാണ് നമുക്കിന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു പുതിയ ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു. അവിടെ ഹെൽത്തും വെൽത്തും എല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യം, വല്ലാത്തൊരു ബ്ലെസ്സിങ്സിൻ്റെ ഒരു ഡിവൈൻ അനുഗ്രഹത്തിൻ്റെ ടൈമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഈ ഒരു എന്താ പറയുക, ഒരു സെൽഫ് എനർജിയിൽ, എലോൺ എനർജിയിലൊക്കെ ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് ലൈഫിൽ മാറി നിന്ന ചില വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ഒരു കാര്യത്തിലും ഇൻവോൾവ് ഒന്നും ആകാതെ ആരുമായിട്ട് ഒരു പ്രശ്നങ്ങൾക്കും നല്ലതിനും ചീത്തയ്ക്കും ഒന്നിനും പോകാതെ ഈ എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ പ്രസൻസ്, അവരുടെ ഇമോഷൻസും ആരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകാറില്ല, അവരുടെ ചുറ്റുപാടിൽ അവർ ആരെയും ഡിസ്റ്റർബ് ചെയ്യാനും പോകാറില്ല, അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നതും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ക്യാരക്ടർ എനർജിയിലൂടെ പോകുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുക്കേണ്ടി വരികയും ചില സിറ്റുവേഷൻസുകളെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്തേണ്ടി വരികയും ചിലയിടങ്ങളിൽ ഓപ്പൺ മൈൻഡിൽ ഓപ്പണായിട്ട് പുറത്തിറങ്ങി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് അനുകൂലമായൊരു അവസരം കിട്ടുകയും അത് ഈ ഒരു എലോൺ എനർജിയിൽ ആരുമായിട്ട് ഒന്നിനും പോകാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിന്ന വ്യക്തികൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6 ഓഫ് സോഴ്സിൻ്റെ വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആക്ഷൻ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. കരിയർ പാതയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ബിസിനസ് സംരംഭം എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ചെയ്തു പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ നിന്ന സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കേജുകളും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ ആ ഒരു സംരംഭം ഒരു ഉയർച്ചയിലേക്ക് പോകുന്നില്ല എന്നൊക്കെ തോന്നിയവർ, അതുപോലെ സാമ്പത്തികപരമായിട്ട് എപ്പോഴും ഒരു ബ്ലോക്കിംഗ് എനർജിയിലൊക്കെ നിന്നവർക്ക് ഇന്നൊരു സെക്കൻഡ് ചാൻസ് എനർജി ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഡിവൈൻ ഓപ്പണിംഗ് ആക്കി തരുന്നുണ്ട് കേട്ടോ. അതായത് ചെറിയൊരു സക്സസ്സിനുള്ള അല്ലെങ്കിൽ അവസരം, നിങ്ങൾക്ക് ഒരവസരം കൂടി പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റു പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയിൽ, നിങ്ങളുടെ കഴിവിൽ വെറുപ്പും വിദ്വേഷവും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മൂല്യം കൽപ്പിക്കാതെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു നന്മയെ തിന്മ പോലെയാക്കി തീർക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളോടൊപ്പം സഹകരിച്ച് തന്നെ ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, വളരെയധികം ആലോചിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അവരെന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരെനിക്ക് സപ്പോർട്ടാണോ, ഇവരുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടാകുമോ, മറ്റ് വ്യക്തികളുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് ബർഡൻ വന്നു ചേരും. സാമ്പത്തിക ബ്ലോക്കേജും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവണമെങ്കിൽ
എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ അവസരങ്ങളെ മറ്റുള്ളവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. ഇന്ന് നിങ്ങൾക്ക് ചില അവസരങ്ങൾ വരും, അത് നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബർഡനായിരിക്കും ഫലം. വീണ്ടും നിങ്ങൾ താഴേക്ക് തന്നെ വരേണ്ടി വരും. അപ്പം സ്വയം കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഇന്ന് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുക കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഫാമിലിയെ കണക്ട് ചെയ്തൊക്കെ ഒരു വിവാഹ സംബന്ധമാകുന്ന കാര്യം നിങ്ങൾക്ക് ബ്ലോക്ക് ആവുന്നുണ്ട് കേട്ടോ മക്കളെ. ആരെങ്കിലുമായിട്ടുള്ള വിവാഹത്തെ ബേസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു പോകുന്നതായിട്ട്, അതൊരു ബർഡനായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായതോ അനുകൂലമായതോ അല്ലാത്തൊരു സിറ്റുവേഷൻസ് ആണ് എന്നത് നിങ്ങൾക്കിന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടി വരുന്ന ചില വ്യക്തികളുടെ എനർജിയും കൂടി നമുക്കിതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വിവാഹ സംബന്ധമായിട്ടുള്ളൊരു കാത്തിരിപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു അനുകൂല വാക്കുകൾ കേൾക്കാൻ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കതിന്നൊരു ബർഡനാണ്. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്കതൊരു ഭാരമായി തീരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, അതായത് അതിനെ ബ്ലോക്കാക്കാൻ, അത് മുടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം തന്നെ ചില വ്യക്തിബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു ബർഡനായിട്ടാണ് കാണുന്നത്. ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. കാരണം നമ്മുടെ ഡെസ്റ്റിനിയിൽ പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് നമ്മളിലേക്ക് പിന്നീടാണെങ്കിലും വന്നു ചേരും. അതല്ലെങ്കിൽ അത് നമ്മളുടെ ഡെസ്റ്റിനിയിൽ പെടാത്തതാണെന്ന് മനസ്സിലാക്കുക, വിട്ടുകളയുക കേട്ടോ. കുറച്ച് ആളുകളെ സംബന്ധിച്ച് സ്ട്രോങ് ആവുന്നുണ്ട് കേട്ടോ. ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പോരാടാൻ തയ്യാറായിട്ട് കുറച്ച് പോരാളികൾ ഇന്നത്തെ എനർജിയിൽ നിൽപ്പുണ്ട് കേട്ടോ. അതായത് കരിയറിലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും എല്ലാം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട്, അതായത് ഇനിയൊരു വിജയം നേടിയിട്ടേ ഉള്ളൂ പിന്നോട്ടെന്നുള്ള ഒരു സ്ട്രോങ് എനർജിയിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് പോരാടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു സെലിബ്രേഷൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ചൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയോടുകൂടി ഇന്ന് ചിലർ ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിത വിജയം, സെലിബ്രേഷൻ, അതായത് ഒന്ന് മൊത്തം പൂർണ്ണമായിട്ടും കീഴടക്കുക എന്നൊരു മൈൻഡ് സെറ്റിലേക്കൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സൊക്കെ വളരെ ശുദ്ധമായ മനസ്സാണ്, ആർക്കും പറ്റിക്കാനൊക്കെ പറ്റും. പക്ഷേ പുറമേ വളരെയധികം വീരന്മാരും വീരത്തികളായിട്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സക്സസ് ആണ് കേട്ടോ. ആ ഒരു മനസ്സോടുകൂടി തന്നെ പരാജയത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് പരാജയമേ വരികയുള്ളൂ. വിജയത്തെ ഫോക്കസ് ചെയ്താൽ നമ്മളെക്കുറിച്ച് നമ്മൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയം വന്നു ചേരും. ഇപ്പം ഈ കാണുന്ന ആത്മവിശ്വാസം ഒരു മജീഷ്യൻ എനർജി, എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് മാജിക്ക് സൃഷ്ടിക്കാൻ സാധിക്കും, ഞാനൊരു മാജിക് മാലു ആണെന്നുള്ള ഒരു മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോയിക്കോ. 100% നിങ്ങൾക്ക് സക്സസ് ആണ്, സെലിബ്രേഷനാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാം, മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾക്ക് അതിനകത്ത് മെയിനായിട്ടൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. അപ്പം ആ ഒരു മനസ്സ് അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ വെയിറ്റിംഗ് ചെയ്തിരുന്ന കാത്തിരിപ്പിനൊരു ഫലം വരുന്നുണ്ട് കേട്ടോ. ഒരു ഫെയിലിയറായ നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലൊരു ഇമോഷണലി ഒരു പരാജയം സംഭവിച്ചു എങ്കിൽ അവിടെ നിന്നും മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നോർത്ത് സ്തംഭിച്ച് നിൽക്കുന്ന, നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന വ്യക്തികളിലേക്ക് റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ചിലരെ സംബന്ധിച്ച് റീയൂണിയൻ പ്രസൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്നെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുമെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്ന, നമുക്ക് വേണ്ടത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചിടത്തോളം പണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പിന്നാലെയല്ല ഓടുന്നത്. എല്ലാവരും സ്നേഹത്തിനും സാന്നിധ്യത്തിനും വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കൊക്കെ എപ്പോഴും വേണ്ടത് ഒരാളുടെ സാന്നിധ്യം വേണം. എലോൺ എനർജിയിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനും പോരാടാനും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു 95% വ്യക്തികളുടെയും അവസ്ഥ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന
അനുഭവിക്കുന്ന നിങ്ങളുടെ ആ ഒരു നിസ്സഹായതയിൽ, ആ ഒരു നിരാശയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു ഇമോഷണൽ സപ്പോർട്ടിങ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പക്ഷേ ഒരു റീയൂണിയൻ ആവാം, അതല്ലെങ്കിൽ മറ്റു പാസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ കടന്നുവരവാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലേക്കൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ, ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി വന്നു ചേരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നിസ്സഹായതയിൽ നിന്നെടുത്ത് നിന്നും നിങ്ങൾക്കൊരു മാറ്റം, ഒരു സപ്പോർട്ടിങ്, മെൻ്റൽ സപ്പോർട്ടിങ് എങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ട്രാവലിംഗ് പ്രസൻസ്, ഫാമിലിപരമാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കാർമിക അവസ്ഥയിലൂടെ, അതായത് ഹെൽത്ത് പരമായിട്ടും വെൽത്ത് പരമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു കേട്ടോ. നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രഗിൾ എനർജിയിൽ നിന്നും, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായിട്ടാണേലും ശാരീരികമായിട്ടാണേലും ഉള്ള ആ ഒരു പ്രതിസന്ധികളിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം, അത് ഫാമിലിയോട് ഒരുമിച്ചാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് തിക്ത അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും എപ്പോഴും മറ്റുള്ളവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫൈറ്റിംഗ് എനർജിയിലായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ വിട്ടുമാറി പോകുകയോ ചെയ്യേണ്ട സമയമായി എന്നൊരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളൊരു ചേഞ്ചിങ്ങിന് തയ്യാറായിരിക്കുന്നു. തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങളിൽ ബാധിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. പക്ഷേ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഇനി മുന്നോട്ടേക്കുള്ള യാത്ര, നമ്മൾ എവിടെയാണോ നമ്മൾക്കൊരു മനസ്സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നത്, അവിടെ നിങ്ങൾ ഇനി എത്ര വലിയ നിധികുംഭം ഇരിപ്പുണ്ടെന്ന് കണ്ടാലും നിങ്ങൾ നിൽക്കരുത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി സമാധാനമാണ് കേട്ടോ. ഏറ്റവും സമാധാനകരമാകുന്ന ഒരു ലൈഫ് നമ്മൾക്ക് വേണം. അപ്പം എവിടെയാണെങ്കിലും നമ്മൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക, സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ബാലൻസ് എല്ലാം പ്രപഞ്ചശക്തി നൽകിക്കൊള്ളും. ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് നല്ല ഒരു സന്തോഷവും ഹാപ്പിനെസ്സും കൊടുക്കാൻ ശ്രമിക്കുക. മനസ്സ് നമുക്ക് ബാക്കി എല്ലാം കൊണ്ടുവന്ന് തരുമെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഇന്നൊരു അബണ്ടൻസിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, ചില പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ യാത്രയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മാർഗം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിശ്വസ്തതയ്ക്കും നിങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികപരമായിട്ടോ സ്ഥലപരമായിട്ടോ ഒക്കെയുള്ള സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് നിങ്ങൾ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അനുകൂലമാകുന്നൊരു വിധി നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നൊരു വിധി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക്, നമ്മൾ എന്താണോ ചെയ്തത് അത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഒരു വിധി നിങ്ങൾക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരു പ്രൗഡായ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നൽകാൻ പോകുന്നതായിട്ട് കാണുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഒന്ന് ശ്രദ്ധിക്കണം. മുമ്പിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ വരും. നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഫോക്കസ് ചെയ്തൊക്കെ നിൽക്കുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മുമ്പിലേക്ക് വരുന്നതെല്ലാം നമുക്ക് അനുകൂലമാണ് എന്ന് ചിന്തിക്കരുത്. ചിലതൊക്കെ നിങ്ങളെ പ്രലോഭിക്കാനൊക്കെ പാകത്തിനുള്ള കാര്യങ്ങൾ, പ്രലോഭനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതിലൊന്നും മായാവലയത്തിലൊന്നും പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എന്താണോ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരുമ്പോൾ അത് നല്ലത് വഴിയിലൂടെയാണോ മോശം വഴിയിലൂടെയാണോ വരുന്നതെന്നൊക്കെ അറിഞ്ഞു വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടോ വ്യക്തി ബന്ധങ്ങളായിട്ടോ മറ്റു പല രീതിയിലും നിങ്ങൾക്കുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഫാമിലി പരമാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്കിടയിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ
വളരെയധികം മോശം സമയത്തിലൂടെ കടന്നുപോയവരുടെ കർമ്മ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് പോയവരിൽ ഒരു കർമ്മ എൻഡിങ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഫാമിലിപരമാകുന്ന നിങ്ങളുടെ ബന്ധത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിക്കുള്ളിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നത് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ അസൂയപരമാകുന്ന പ്രവൃത്തികളോ ചിന്തകളോ നിങ്ങളിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം ചിന്തിച്ച് മാത്രം ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുക കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു സ്പിരിച്വാലിറ്റിയിലൂടെ പോകാൻ പറ്റുന്ന, കുറച്ച് ദീർഘവീക്ഷണം ചിന്തിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ദിവസം കൂടിയാണ് കേട്ടോ. എടുത്തുചാട്ടങ്ങളെയെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഏഞ്ചൽസ് നൽകുന്നത് റിക്കവറിയാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നൊരു എനർജിയാണ്. ബി അസേർട്ടീവാണ്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒന്നിൽ നിന്നും പിൻവാങ്ങരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ചുവട് വെച്ചിട്ടുണ്ട്, മുന്നോട്ടേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് കേട്ടോ. അൺലൈക്കലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫൈറ്റിംഗ് സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൊരുതി നിൽക്കാൻ ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കോൺഫ്ലിക്റ്റുകളിൽ ചെന്ന് ചാടരുത് കേട്ടോ. അത് നിങ്ങൾക്ക് നിരാശ നൽകുന്നതായിട്ടാണ്. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് നിരാശയും ദുഃഖവും ആൻസൈറ്റിയൊക്കെ ഉള്ള വ്യക്തികൾക്ക്, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു ആദ്യം കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടെൻഷന്, നിങ്ങൾ ആൻസൈറ്റി എനർജി ഉത്കണ്ഠയുള്ളവരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ ഒരു കാര്യങ്ങളിലും തീരുമാനമൊന്നും എടുക്കണ്ട. സമാധാനപരമായിട്ട് നിൽക്കുക. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഡിവൈൻ നൽകുന്നതാണ്.